മോർഫോളജി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്ററിലെ സോളനീസിയ ഫാമിലിയുടെ എക്സാമ്പിൾസ് ഓർത്തിരിക്കാനുള്ള ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം മക്കളൊക്കെ പറഞ്ഞു ലില്ലിയേസിയയ്ക്കും ഫേബേസിയയ്ക്കും ഇങ്ങനെയുള്ള ചെറിയ സ്റ്റോറി വേണമെന്ന്. സോ ലില്ലിയേസിയയുടെ എക്സാമ്പിൾസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം, അതിനുള്ള ഒരു ചെറിയ സ്റ്റോറി ആയിട്ടാണ് മാം വന്നിരിക്കുന്നത്. സോ ലില്ലിയേസിയ ഫാമിലിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അതിൽ ലില്ലി ഫ്ലവർ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ വേറെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അവരുടെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ബേസിലുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം, നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. സോ നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട് വരുന്ന ഫ്രണ്ടിന്റെ പേര് ഗ്ലോറിയ. ഓക്കെ, സോ ഫസ്റ്റ് എക്സാമ്പിൾ ഗ്ലോറിയോസ. നിങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ വരുമ്പോൾ ഗ്ലോറിയ നിങ്ങൾക്ക് തരാൻ ഒരു ബൊക്കെ കൊണ്ടുവരും. എന്തിന്റെ ബൊക്കെയാണ് കൊണ്ടുവരുന്നത്? ട്യൂലിപ്പ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഭംഗിയുള്ള ഒരു ബൊക്കെ ആയിട്ടാണ് ഗ്ലോറിയ വരുന്നത്. ഓക്കെ, സോ ഗ്ലോറിയ വരുമ്പോൾ കുറെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഭയങ്കര സുന്ദരിയാണ് കേട്ടോ ഗ്ലോറിയ. ഓർണമെന്റ്സ് ഒക്കെ ഒരുങ്ങിയിട്ടാണ് വരുന്നത് ട്യൂലിപ്പിന്റെ ബൊക്കയും കൊണ്ട്. സോ ഓർണമെന്റൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഗ്ലോറിയോസയും ട്യൂലിപ്പ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ബർത്ത്ഡേക്ക് വന്നു. അപ്പോൾ ഗ്ലോറിയനെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് അങ്ങ് ഭയങ്കര സന്തോഷം, ബിക്കോസ് ഗ്ലോറിയ ഭയങ്കര സുന്ദരിയാണല്ലോ. നിങ്ങളേക്ക് നീ എന്താ നിന്റെ സ്കിന്നിലും ഹെയറിലൊക്കെ ഇടുന്നത്, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അപ്പം ഗ്ലോറിയ പറയും താങ്ക് യു വെരി മച്ച്, എൻ്റെ ഈ ഭംഗിയുള്ള സ്കിന്നിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള അലോവേരയാണ് മുഖത്ത് തേക്കുന്നത്, അതുപോലെ തന്നെ ഒണിയൻ ഹെയർ ഓയിലാണ്, ഒണിയനാണ് ഞാൻ തലയിൽ തേക്കുന്നത് എന്ന് പറയും. അപ്പം ഒണിയൻ, അലോവേര അടുത്ത എക്സാമ്പിൾസ്. അപ്പം അവൾക്ക് കൊടുക്കാൻ ഫുഡ് കൊടുക്കണ്ടേ നമുക്ക് ബർത്ത്ഡേക്ക് വരുമ്പോൾ. അപ്പം ഗ്ലോറിയ പറയും നമ്മൾ വീട്ടിലുണ്ടാക്കിയിരുന്ന ചിക്കൻ ബിരിയാണിയാണ്. പക്ഷെ അവൾ പറയും ഓ സോറി, ഞാൻ ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കില്ല, ഞാൻ ആസ്പെരാഗസ് സാലഡ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട്, അപ്പോൾ ആസ്പെരാഗസ് നെക്സ്റ്റ് കേട്ടോ, വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ആസ്പെരാഗസ്. സോ ആസ്പെരാഗസ് നമ്മൾ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് ഇവൾക്ക് സാലഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതെല്ലാം കൂടെ കഴിച്ച് കഴിയുമ്പോൾ അവളുടെ പല്ല് മുഴുവൻ പച്ച കളറാവും. ഓക്കെ, അപ്പോൾ പറയും കുറച്ച് കോൾഗേറ്റ് തരുമോ ഒന്ന് തേച്ച് കളയാൻ. ഓക്കെ, സോ കോൾച്ചിസിൻ നെക്സ്റ്റ് എക്സാമ്പിൾ. കോൾച്ചിസിൻ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്, മെഡിസിനൽ കോമ്പൗണ്ട് ആണ് പ്ലാന്റിൽ നിന്ന് എടുക്കുന്നത്. പ്ലാന്റിന്റെ പേര് കോൾച്ചിസം autumnale ആണ്. സോ അതാണ് നമ്മുടെ ലിലിയേസിയിലെ എക്സാമ്പിൾസ്. അപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് ഓർത്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഗ്ലോറിയ കൊണ്ടുവരുന്നത് ട്യൂലിപ്പിന്റെ ബൊക്കെ, ആൻഡ് ഗ്ലോറിയ ഇട്ടിരിക്കുന്നത് ഫുള്ള് ഓർണമെന്റ്. സോ ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ടുള്ള ഗ്ലോറിയോസയും ട്യൂലിപ്പും. ഓക്കെ, പിന്നെ ഗ്ലോറിയ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്കിന്നും ഹെയറും ഒക്കെ ഒബ്സർവ് ചെയ്യും. അപ്പം ഗ്ലോറിയ പറയും ഞാൻ സ്കിന്നിൽ ഇടുന്നത് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള അലോവേര, തലയിൽ തേക്കുന്നത് ഒണിയൻ ഹെയർ ഓയിൽ അല്ലെ. അപ്പം അലോവേര, ഒണിയൻ അടുത്ത എക്സാമ്പിൾസ്. പിന്നെ ഗ്ലോറിയ പറയും ഞാൻ ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കില്ല, എനിക്ക് ആസ്പെരാഗസിന്റെ സാലഡ് തന്നെ വേണം. അപ്പോൾ നമ്മൾ ആസ്പെരാഗസ് വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ആസ്പെരാഗസിന്റെ സാലഡ് കൊടുക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ ആസ്പെരാഗസ്. അത് കഴിച്ചു കഴിയുമ്പോൾ പല്ലിലൊക്കെ പച്ചക്കറിയാകും. അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി അവൾ കോൾഗേറ്റ് ചോദിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ, ലാസ്റ്റ് എക്സാമ്പിൾ കോൾച്ചിസം autumnale. കോൾച്ചിസിൻ എന്ന് പറയുന്ന മെഡിസിനലി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്ലാന്റിൽ നിന്നാണ്. ഐ ഹോപ്പ് ദിസ് സ്മോൾ ടിപ്പ് വാസ് ഹെൽപ്ഫുൾ. ഓൾ ദ വെരി ബെസ്റ്റ് വിത്ത് യു ഡോക്ടേഴ്സ്.